ഇന്ന് ഞങ്ങൾ രാസ്തനൂര ബീച്ചിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. മുമ്പ് ഞാൻ രാസ്തനൂര ബീച്ചിൽ പോയതിൻ്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ രാസ്തനൂര ബീച്ചിൻ്റെ മനോഹാരിതയെ പറ്റിയൊക്കെ വിശദമായിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈദ് ദിനം ആയതുകൊണ്ട് തന്നെ ബീച്ച് നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് പാർക്കിംഗ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങുകയാണ്. എവിടെ ഞങ്ങൾ എവിടെ പോണ്? ഇത് എവിടെ പോവാണ്? അതെ, നീ പോയിട്ട് എവിടെയെങ്കിലും സൗകര്യത്തിന് ഇതിനിടയ്ക്ക് നീ മുമ്പ് ഫ്രണ്ട് കയറി പോയാൽ മതി. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം നമുക്ക് രാസ്തനൂരയിലെത്താൻ. ഇതിവിടുത്തെ ഒരു വളരെ ഫേമസ് ആയ ഒരു ഫാമിലി ബീച്ചായിട്ട് തന്നെ നമുക്ക് കൂട്ടാം. കുട്ടികളുടെ പാർക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ രാസ്തനൂര ബീച്ച് എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പാണ് ഇവിടെ, അടിപൊളി. ഇവിടെ ഞങ്ങളൊരു ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങണം, അതാണ് പ്ലാന്. എന്തായാലും നമുക്കൊരു അടിപൊളി ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലീൻ ബീച്ചാണ്. അവിടെ ചവിട്ടി ഇറങ്ങും, ഇറങ്ങ്, ജംപ് ചെയ്യ് പതുക്കെ. അവിടെ പിടിക്കാതെ ഇറങ്ങാൻ പറ്റില്ലടി നിനക്ക്. വരട്ടെ, ചാടിക്കോ ചാടിക്കോ. പോലെ കടലിൻ്റെ അടുത്ത് ചാടിക്കളയല്ലേ, നിക്കി പൊക്കളയരുത്. അതൊരു മണ്ണ് കണ്ടരുതേ. ഇപ്പോൾ അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം, നല്ല തണുപ്പ്. ഈ ചൂടൊന്നുമില്ല അവിടെ. ഫൈസല ബാപ്പാ ഇതിലിറങ്ങുമ്മാ. നിക്ക് ഞാൻ പിടിക്കാം. നിക്ക് ഇത് പിടി. ഇതിലിറങ്ങി ശരി കുടുംബം മറിഞ്ഞ് വീണ് പോലും. വാപ്പായ നമ്മളിപ്പോൾ പിടിക്കുക. വാപ്പ ഇങ്ങോട്ടോ, ഇതല്ലേ വാ. വേണ്ട മറ്റേ അവർ വളരെ സമാധാനമായിട്ടിരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നമ്മളായിട്ട് സമാധാനങ്ങളല്ല അവരുടെ. വരെ നമ്മളവിടെ വരുമ്പോൾ തന്നെ ആളുകൾ ടെൻ്റൊക്കെ അടിച്ച് അവിടെ സ്റ്റേ ഉണ്ട്. എനിക്ക് തോന്നുന്നു തലേ ദിവസമേ അവരിവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടാവും. ടെൻറ്റിൽ അവർ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയത് നല്ലൊരു സ്ഥലമാണ്. കാരണം നല്ല തണലുള്ള, നല്ല തണുത്ത കാറ്റടിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം കയറുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പൊസിഷൻ മാറ്റാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം അറേഞ്ച് ചെയ്തു പിള്ളേർക്ക്. അടിപൊളി, നല്ല തണുപ്പല്ലേ? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? എല്ലാം ചെരുപ്പൊക്കെ ഊരിയിടി. ചെരുപ്പൊക്കെ പിറകിലോട്ട് ഊരിയിടും, ഫ്രണ്ടിലോട്ട് വേണ്ട. നല്ല തണുപ്പല്ലേ ഒന്നാമത്തെ കാര്യം. ഫോട്ടോ എടുത്തോണ്ടിരുന്നാൽ പിന്നീട് നമുക്ക് ഫോട്ടോ എടുക്കാം. ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നതല്ലേ നല്ലത്.
നമ്മൾ അവിടെ ഇരുന്നെങ്കിൽ വെയിലാവൂലായിരുന്ന, ചൂടടിക്കുമായിരുന്നു. ഇവിടെ അതെല്ലാം അറിയുന്നുണ്ടോ? നമ്മുടെ കുട്ടിപ്പട്ടാളമൊക്കെ വലിയ ഹാപ്പിയിലാണ്. അവർക്ക് ഫുഡ് കഴിക്കുന്നതിലും പ്രധാനമായിട്ട് അവർക്ക് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് അവർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ നേരത്തെ ഇട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുക. കാരണം നേരത്തെ ഇരുന്ന സ്ഥലത്ത് വെള്ളം കയറി. ഇവിടെ നിന്ന് നമുക്ക് പൊസിഷൻ മാറേണ്ടി വരും, കാരണം വെള്ളം കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പൊസിഷൻ മാറേണ്ടി വരും. എന്തായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. ആവശ്യത്തിലേക്ക് മതി ഞങ്ങൾ ഇനി കഴിക്കട്ടെ. അതെ, വേസ്റ്റ് കവറാണ് കേട്ടോ. അത് ഏതോ ഒരു വേസ്റ്റാ. ഈ പാത്രം എനിക്ക് വേണം. ഇത് വേസ്റ്റ്. അതിനകത്ത് വേസ്റ്റാ. ആ പാത്രം വേറെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചെറിയ ചൂട് കട്ടനൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. കുട്ടികളൊക്കെ ആകെ ത്രില്ലിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ഉണ്ടാക്കാതെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളം തെറിപ്പിക്കില്ലേ? നമ്മൾ നേരത്തെ ഇരുന്ന ഭാഗത്ത് നിന്ന് വീണ്ടും നമ്മുടെ ലൊക്കേഷൻ മാറി. കാരണം ആ ഭാഗത്തേക്ക് വീണ്ടും വെള്ളം കയറി. അതുകൊണ്ട് നമ്മുടെ ലൊക്കേഷൻ മാറിയിരിക്കുകയാണ്. ബീച്ചിലെ കുളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കുട്ടികളുടെ പാർക്കിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഏകദേശം 6:30-7 മണിയോട് കൂടി അവിടെ നിന്ന് രാസ്തനൂരയിൽ നിന്ന് നമ്മൾ കോബാറിലേക്ക് തിരിക്കുകയായിരുന്നു. രാസ്തനൂരയിലേക്ക് വരുമ്പോൾ നേരത്തെ തന്നെ വരിക. കാരണം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ, അവധിയുള്ള ദിവസങ്ങളിലൊക്കെ പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പുതിയ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.